എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കർക്കിടക സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഉലുവ വിളയിച്ചതാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡിഷ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ ഉലുവ എപ്പോഴും കഴിക്കാറുള്ളതാണ്. ഉലുവ കഞ്ഞി വെച്ചിട്ടോ അല്ലെങ്കിൽ മരുന്നുണ്ടയായിട്ടോ മരുന്ന് പൊടിയായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ഉലുവ വിളയിച്ചത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അങ്ങനെത് ഉലുവ വിളയിച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1/2 കപ്പ് ഉലുവയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് നമ്മൾ കുതിരാൻ വെക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2-3 പ്രാവശ്യം ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഉലുവയ്ക്കകത്ത് കല്ലുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്ത ശേഷം കുതിർത്ത് വെച്ചാലും മതി. ഞാനിവിടെ ഇപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഉലുവ കുതിരാൻ വേണ്ടി വെക്കുന്നത്. കാരണം കുതിർന്ന് കഴിയുമ്പോൾ ഇത് ഡബിൾ സൈസ് ആവും. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റാണ് കുതിരാൻ വേണ്ടി വെക്കുന്നത്. രാവിലെ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ ഇതാ ഓവർനൈറ്റ് ഉലുവയൊക്കെ കുതിർത്ത് വെച്ച ശേഷം ഇതാ ഇത്രയും വലുതായി വന്നിട്ടുണ്ട്. അതായത് ഉലുവയൊക്കെ നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളിത് വേവിക്കാൻ പോകുന്നത്. ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ട് കഴിക്കുന്നതുകൊണ്ട് തന്നെ ഉലുവയുടെ കയ്പ്പ് രസമൊക്കെ വളരെയധികം കുറവായിരിക്കും. ഇങ്ങനെ കുതിർത്ത് വെച്ച് കഴിക്കുന്നതുകൊണ്ട് തന്നെ ഉലുവയുടെ പോഷക ഗുണമൊക്കെ കുറച്ച് കൂടുതലായിട്ട് കിട്ടുന്നതായിരിക്കും. ഇതുണ്ട് 1/2 കപ്പ് ഉലുവയാണ് നമ്മൾ കുതിരാൻ വേണ്ടി വെച്ചത്. ഇപ്പോൾ അതിൻ്റെ ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റാണ് കുതിരാൻ വേണ്ടി വെച്ചത്. ഇനിയിപ്പോൾ ഈ ഒരു വെള്ളത്തോടു കൂടി തന്നെയാണ് ഞാനിപ്പോൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുക്കറിലാണൊന്ന് വേവിച്ചെടുക്കേണ്ടത്. ഒരു 5 വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു വെള്ളത്തോടു കൂടി തന്നെ നമ്മൾ വേവിച്ചെടുക്കാം. ഇതിൻ്റെ വെള്ളം കളയേണ്ട ആവശ്യമില്ല. അങ്ങനത് ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള ഉലുവ ചേർക്കാം. ഈ വെള്ളത്തോടു കൂടി തന്നെ നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിത് വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്താൽ മതി. ഉലുവയുടെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി. കൂടുതൽ വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വറ്റാൻ വേണ്ടിയിട്ട് കുറേ നേരം വേവിക്കേണ്ടി വരും. ഈ ഒരു ലെവലിലാണ് ഞാനിപ്പോൾ വെള്ളം ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് 5 വിസിൽ വരുന്നവരെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഞാനിത് കുക്കറൊക്കെ അടച്ചു വെച്ച ശേഷം നമുക്ക് വെയിറ്റ് വയ്ക്കാം. അങ്ങനത് കുക്കറിൽ ഞാൻ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഉലുവ വേകുമ്പോഴേക്കും നമുക്ക് കരിപ്പെട്ടി ഒന്ന് ഉരുക്കിയെടുക്കാം. പാം ജാഗറി അഥവാ കരിപ്പെട്ടി വെച്ചിട്ടാണ് നമ്മൾ ഉലുവ വിളയിക്കുന്നത്. എപ്പോഴും പോലത്തെ മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കരിപ്പെട്ടി വെച്ചിട്ടാണ് തയ്യാറാക്കേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കരിപ്പെട്ടി ഇല്ലെങ്കിൽ ശർക്കര വെച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ഈ കരിപ്പെട്ടി ഒന്ന് ഉരുക്കിയെടുക്കാം. കരിപ്പെട്ടി ഉരുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് കരിപ്പെട്ടി ഒന്ന് പൊട്ടിച്ച് ചേർക്കാം. അങ്ങനെ എന്നാൽ കരിപ്പെട്ടി ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ചേർത്ത ശേഷം ഉരുക്കിയെടുക്കാം. ഒരു നൂൽ പരുവം ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതി. ഇതിപ്പോൾ 250 ഗ്രാം കരിപ്പെട്ടിയാണുള്ളത്. അപ്പോൾ ഇതൊന്ന് ഞാൻ മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ഓരോരുത്തരും അവരവരുടെ മധുരത്തിനനുസരിച്ച് കരിപ്പെട്ടിയുടെ അളവ് തീരുമാനിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 മുറി തേങ്ങയാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത ശേഷം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കട്ടെ. അങ്ങനെ തേങ്ങാപ്പീര ആക്കി എടുക്കാം. അങ്ങനത്തെ 1/2 മുറി തേങ്ങയൊക്കെ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ 1/2 മുറി തേങ്ങയുടെ തേങ്ങാപ്പീര കിട്ടും. അങ്ങനെന്താ നമ്മുടെ തേങ്ങാപ്പീരയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരേ രീതിയിൽ തന്നെ നമുക്ക് എല്ലാ തേങ്ങാപ്പീരയും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉലുവ വെന്ത ശേഷമാണ് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. എന്താ നമ്മുടെ കരിപ്പെട്ടിയെല്ലാം നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഒരു നൂൽ പരുവം ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനത് 5 വിസിലൊക്കെ വന്ന ശേഷം തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഉലുവയൊക്കെ നന്നായി വെന്ത് കിട്ടിയോ നോക്കാം. അതുപോലെ തന്നെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ഉലുവയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ നനവുണ്ട്. നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഇനി ഉരുളിയിലേക്ക് മാറ്റാം. എന്നിട്ടാണ് വിളയിച്ചെടുക്കുന്നത്. അങ്ങനെ ഞാനൊരു ഉരുളിയൊക്കെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഉലുവയാണ് ചേർക്കുന്നത്. അങ്ങനെ
ഇതാ ഉലുവയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള കരിപ്പട്ടിയാണ് ചേർക്കുന്നത്. ഇനി നിങ്ങൾ ശർക്കരയാണ് ചേർക്കുന്നതെങ്കിൽ ഒന്ന് അരിച്ചിട്ട് ചേർക്കുന്നതായിരിക്കും നന്നായിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് കല്ലൊന്നും ഇല്ലാത്ത തന്നെയാണ്. അപ്പോൾ നമുക്ക് കരിപ്പട്ടി കംപ്ലീറ്റ് ആയിട്ട് ഉരുക്കി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം ഈ ഉലുവയും അതുപോലെ തന്നെ കരിപ്പട്ടിയായിട്ട് നന്നായൊന്ന് മിക്സായി വരണം. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച ശേഷം നന്നായൊന്ന് വിളയിച്ചെടുക്കാം. അതിനിതാ കരിപ്പട്ടി ഉരുക്കിയതും അതുപോലെ തന്നെ ഉലുവയായിട്ട് നന്നായൊന്ന് മിക്സാക്കി എടുത്ത ശേഷം ഇതിങ്ങനെ വരട്ടി എടുക്കണം. ഇങ്ങനെ വരട്ടി എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഉലുവയിലത്തെ കയ്പ്പൊക്കെ മാക്സിമം കുറഞ്ഞു കിട്ടുന്നതാണ്. ഇതൊരു പ്രസവരക്ഷാ മരുന്നായിട്ടും അതുപോലെ തന്നെ നടുവേദന അകറ്റുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രതിരോധശേഷിയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മരുന്നാണ് ഈ ഉലുവ വിളയിച്ചത്. അപ്പോൾ ശർക്കരപ്പാനി ഒന്ന് തിക്കായി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കാം. അങ്ങനത്തെ കരിപ്പട്ടിയും ഉലുവയൊക്കെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് നെയ്യും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ ഉലുവ വിളയിച്ചത്. സാധാരണ ലേഹ്യം പോലെ കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല. അങ്ങനെ കർക്കിടക മാസം മുഴുവൻ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഇത് പ്രസവരക്ഷാ മരുന്നായിട്ടും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് മുലപ്പാലൊക്കെ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഉലുവ. ഇതുപോലത്തെ ഉലുവ വിളയിച്ചതോ അതുപോലെ തന്നെ ഉലുവ ലേഹ്യമൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഉരുളിയിലോ അല്ലെങ്കിൽ അടികട്ടിയുള്ള ഇരുമ്പ് പാത്രത്തിലൊക്കെയാണ് തയ്യാറാക്കേണ്ടത്. അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്ക് പാത്രമൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ശർക്കരപ്പാനിയൊക്കെ ചെറുതായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഉലുവയിലൊക്കെ നന്നായി കരിപ്പെട്ടി പിടിച്ച് വന്നിട്ടുണ്ട്. ഇതാ നന്നായി കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ തിരുമ്മി വെച്ചിട്ടുള്ള തേങ്ങയാണ് ചേർക്കേണ്ടത്. ഇതിപ്പോൾ അരമുറി തേങ്ങയുടെ പീരയാണ്. അപ്പോൾ നമുക്ക് ഈ തേങ്ങാപ്പീര ഇതിലേക്ക് ചേർക്കാം. അങ്ങനെ ഇതാ തേങ്ങാപ്പീരയും ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1-2 കാര്യങ്ങളും കൂടി ചേർക്കേണ്ടതുണ്ട്. അങ്ങനെ ഇതാ കരിപ്പെട്ടിയും തേങ്ങയൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് എള്ളാണ്. ഒരു 4 ടേബിൾ സ്പൂൺ എള്ള് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചുക്കുപൊടിയാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചത്. ഇനി നിങ്ങൾക്ക് ഏലക്കപ്പൊടി ഇഷ്ടമുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടിയാണ്. അങ്ങനെ നെയ്യും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കരിപ്പെട്ടിയെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നന്നായി വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകും നമ്മുടെ ഉലുവ വിളയിച്ചെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. കരിപ്പെട്ടിയെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ഈ ഒരു രീതിയിൽ ഉലുവ വിളയിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. രോഗപ്രതിരോധ ശേഷിക്കും അതുപോലെ തന്നെ മുടിയുടെ ഹെൽത്തിനും സൗന്ദര്യം വർദ്ധിക്കുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു മരുന്ന് തന്നെയാണ് ഈ ഉലുവ വിളയിച്ചത്. അപ്പം ഞാനിതിന് മുന്നേ ആയിട്ട് ഉലുവക്കഞ്ഞിയും അതുപോലെ തന്നെ കർക്കിടകപ്പൊടിയും മരുന്നുണ്ടയും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവർ ആ ഒരു വീഡിയോയും കൂടി കണ്ടു നോക്കും. കർക്കിടകത്തിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മെഡിസിൻ തന്നെയാണ് ഈ ഉലുവ വിളയിച്ചത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഡിഷ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.